ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ പറ്റിയ ഒരു ബീഫ് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, കൂടുതൽ മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മൾ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, പിന്നെ വലിയ ജീരകത്തിന്റെ പൗഡറും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം. ബീഫ് പെട്ടെന്നൊന്നും കേടുവരാതിരിക്കാൻ വിനാഗിരി ആഡ് ചെയ്യുന്നത് നല്ലതാട്ടോ. പിന്നെ സാധാരണ മല്ലിപ്പൊടി ചേർക്കുന്ന അതേ രീതിയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, അതിന്റെ പകുതിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെറിയുള്ളി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി തീരെ ചേർത്ത് കൊടുക്കരുത്, അതുപോലെ വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല. ചെറിയുള്ളി കൂടുതൽ ചേർക്കുന്നവരും നമ്മളെ ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കൊടുത്തു വിടാനായതുകൊണ്ട് കൂടുതൽ നമുക്ക് ചേർക്കാൻ കഴിയില്ല. കുക്കറിൽ ഒരു 4 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. അതിന്റെ ആ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്നിട്ട് അതിന്റെ വെള്ളമൊക്കെ നമുക്ക് പോലെ അങ്ങോട്ട് വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി വലിയ ഉള്ളിയൊക്കെ ഒഴിവാക്കി. അതുപോലെ നമ്മൾ മല്ലിപ്പൊടിയും പകുതിയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായിട്ട് നമുക്കിത് തേങ്ങാക്കൊത്തൊന്ന് ഇതുപോലെ ബ്രൗൺ കളർ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക. അപ്പോൾ തേങ്ങ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കരുത്, ബീഫ് കേടുവരും. ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വേപ്പിലൊക്കെ നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ, പച്ചക്ക് ഇടരുത്. നമ്മൾ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഈ ഒരു ചട്ടിയിൽ കിടന്ന് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ എണ്ണ ഇല്ലാതെ ഇതുപോലെ ചട്ടിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ നമ്മളത് എന്താ പറയുക, ഇതുപോലെ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഫ് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂപ്പിച്ചെടുത്ത സമയത്ത് ആ എണ്ണയിലോട്ട് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ കാശ്മീരി ചേർക്കാൻ കാരണം എരിവ് കുറവായിരിക്കും, കളറ് കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ കളറ് ചേർത്തിട്ടും ചെയ്യാം. കളറ് ചേർക്കുന്നതിനോട് എനിക്ക് അത്ര വലിയൊരു യോജിപ്പില്ല. ഇപ്പം ഇതേ വാഴയിൽ വാട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടാറണം. ചൂടാറാതെ ഏത് ഫുഡും കൊടുത്തു വിടരുത് കേട്ടോ. ഇപ്പോൾ തീരെ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്തു വിടാം. പിന്നെ ഇതേ പാക്ക് ചെയ്യാണ്. ആദ്യം വാഴയിലയിൽ പൊതിഞ്ഞിട്ട് അത് പിന്നെ ഫോയിൽ കവർ, അലുമിനിയം കവറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം സേവ് ആക്കിക്കോ, എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.